ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ റീലിൽ കാണുന്ന പ്രാങ്ക് ബോക്സ് വീലുണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ഈ പ്രാങ്ക് ബോക്സ് ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെറിയ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പ്രാങ്ക് ബോക്സിന്റെ ബേസ് ഭാഗം നീളം 14 സെന്റിമീറ്ററും വീതി 8 സെന്റിമീറ്റർ എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രാങ്ക് ബോക്സിന്റെ സൈഡിലുള്ള 2 കാർഡ്ബോർഡ് പീസ് നമ്മൾ നീളം 14 സെന്റിമീറ്ററും വീതി 6 സെന്റിമീറ്റർ എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രാങ്ക് ബോക്സിന്റെ മറ്റേ അറ്റത്തുള്ള കാർഡ്ബോർഡിന്റെ പീസും നീളവും വീതി നമ്മൾ 7.5 സെന്റിമീറ്ററും മറ്റേ വശത്ത് നീളം 7.5ഉം വീതി 5 സെന്റിമീറ്റർ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തതായി ഈ പ്രാങ്ക് ബോക്സ് നമുക്ക് ഒട്ടിച്ചെടുക്കുന്ന പരിപാടിയാണ് കിടക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ പ്രാങ്ക് ബോക്സ് ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചാലും മതിയാവും. അപ്പം നമ്മളിവിടെ നേരത്തെ കാണിച്ച സൈഡിലുള്ള 2 ഭാഗവും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച 7.5 സെൻറ്റിമീറ്റർ നീളം വീതി എടുത്ത കാർഡ്ബോർഡ് നമ്മളിവിടെ ഒട്ടിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ നേരത്തെ കാണിച്ച ചെറിയ ഭാഗം നമ്മൾ ആ സ്ഥാനത്ത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാർഡ്ബോർഡിൻ്റെ അടുത്തൊരു ചെറിയ പീസ് എടുക്കുന്നുണ്ട്. അതിലൂടെ ഒട്ടിക്കാൻ നമ്മൾ സ്ട്രോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ആ സ്ട്രോ ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുക്കാം. അടുത്തതായി നമ്മൾ ആ കാർഡ്ബോർഡിൽ കാണുന്ന 2 ഭാഗത്തും പശ തേക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസ് വെച്ച് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അതും ഇപ്പം ഇവിടെ ഈ വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അടുത്ത് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വീണ്ടും എടുക്കുന്നുണ്ട്. അതിൽ നമ്മളൊരു പൊത്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വളച്ച കമ്പി ആ പൊത്തയിൽ ഇറക്കി വെക്കണം. അപ്പോഴേ നമുക്ക് ആ പ്രാങ്ക് ബോക്സിൽ നിന്ന് ചിലന്തി ചാടി പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് കമ്പി ഇറക്കി വെച്ച് നമുക്കിനി ഒട്ടിക്കുകയാണ്. നമ്മളിവിടെ സെലോ ടൈപ്പ് വെച്ചാണ് അത് ഒട്ടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ആ കമ്പി ഒട്ടിക്കുമ്പം നമ്മൾ ചെറിയ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ കമ്പി ചിലപ്പോൾ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ അവിടെ ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ ഒട്ടിച്ചപ്പോൾ ഇരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒന്ന് ഒട്ടിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. കമ്പി ഇങ്ങനെ വളഞ്ഞിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അടുത്തായി ഒരു ചിലന്തി നമ്മൾ കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചിലന്തിയ പല്ലിയ പാറ്റി അങ്ങനത്തെ ടോയ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും അല്ലെങ്കിൽ ഇതുപോലെ കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയെടുത്താലും മതിയാവും. നമ്മളിവിടെ അതിൻ്റെ കൈകൾ വെച്ചിരിക്കുന്നത് പേപ്പർ വെച്ചാണ്. അപ്പോൾ നിങ്ങളിൽ വേറെ ഒരു കറുത്ത സ്കെച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കളർ അടിച്ചാൽ മതിയാവും. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ 4 ഷീറ്റ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നീളം 14 സെൻറ്റിമീറ്ററും വീതി 1.5 സെൻറ്റിമീറ്ററുമാണ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് ആ പീസിന് ഈ കാർഡ്ബോർഡിൻ്റെ സൈഡിൽ ഒട്ടിച്ചെടുക്കാം. അതുപോലെ നമ്മൾ ഈ ഇവിടെ പ്രാങ്ക് ബോക്സ് സെലോ ടേപ്പ് വെച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ ചാർട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചാലും മതിയാവും. അപ്പോൾ നമുക്കിനി അതിവിടെ ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട പൊത്തയിൽ നമ്മൾ ആ ട്യൂബ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചിലന്തി നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പറ്റിയിട്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ ആ ചിലന്തി പൊങ്ങി വരാൻ വേണ്ടി ആ കമ്പിയിൽ കയറിട്ട് കെട്ടുന്നുണ്ട്. ആ കയറിട്ട് കെട്ടുമ്പോഴാണ് ആ കയറും നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡ്ബോർഡിൻ്റെ പീസും വലിക്കുമ്പോഴാണ് ഈ ചിലന്തി പൊങ്ങി വരുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ കെട്ടിക്കൊടുക്കാം. അപ്പം നമ്മൾ കെട്ടി വലിക്കുമ്പോൾ ഇതുപോലെയാണ് ചിലന്തി വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് വെച്ച് പ്രാങ്ക് ബോക്സ് അടയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഫൈനൽ ലുക്ക് നമ്മളെ പ്രാങ്ക് ബോക്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്കിനി വലിക്കുമ്പോഴുള്ളത് നമുക്ക് കാണിച്ചു തരാം.
ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പ്രാങ്ക് ബോക്സ് ഉണ്ടാക്കുന്നത് കുറഞ്ഞ ചിലവിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ടോയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കാർഡ്ബോർഡ് വെച്ചാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ചിലന്തിയിലെ ടോയ് ഉണ്ടെങ്കിൽ അത് വെച്ചും നിങ്ങൾ ഉണ്ടാക്കിയേക്കും. നമ്മളിവിടെ ഒരു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം നല്ല രീതിയിൽ നമ്മൾ സമയമെടുത്ത് ചെയ്താൽ മതിയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.